ആൻഡ് ഹാസ്. പറഞ്ഞു തരട്ടെ. ഹാവ് എന്ന് പറയുന്നതും ഹാസ് എന്ന് പറയുന്നതും എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഐ, യു, വി, ദേ. 4 ഐ, യു, വി, ദേ. ഇവയോടൊപ്പമാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. അതായത് ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ഓക്കെ. ഐ, വി, യു, ദേ. അങ്ങനെയാണെങ്കിൽ ഹാസോ ഹി, ഷീ, ഇറ്റ്, നെയിം. ഇവയോടൊപ്പമാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. ഷീ, ഇറ്റ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, പ്രവീണ ഹാസ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, മിനി ഹാസ്. ഒരു പേരിനൊപ്പം. അപ്പോ ഹാവും ഹാസും ഉപയോഗിക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ബുക്കിനകത്ത് ഇത് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്താൽ ഇത് നമുക്കങ്ങ് രജിസ്റ്റർ ആവും. പിന്നെ നമുക്ക് നന്നായിട്ട് അത് പഠിച്ച് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഐ, വി, യു, ദയോടൊപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹാവ് ഉപയോഗിക്കും. ഹി, ഷീ, ഇറ്റ്, നെയിമിനൊപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും. എനിക്കൊരു പേന ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? എനിക്ക് ഒരു പേന ഉണ്ട്. ഐ ഹാവ് എ പെന്നാണോ ഐ ഹാസ് എ പെന്നാണോ? ഐ ഹാവ് എ പെന്ന. എന്തുകൊണ്ടാ? ഐക്കൊപ്പം ഹാവ് ആണ്. അവൻ ഒരു പേന ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? അവൻ. അവൻ എങ്ങനെയാ പറയാ? നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാ. അവൻ എങ്ങനെയാ പറയാ? ഹി. അവനൊരു പേന ഉണ്ടെന്ന് എങ്ങനെ പറയും? ഹി ഹാവ് എ പെൻ. അല്ലെ? കറക്റ്റ് അല്ലേ? ആണോ? ഹി ഹാവ് എ പെൻ ആണോ? അല്ല. ഹീക്കൊപ്പം നമ്മൾ എന്താ ചേർക്കുക? ഹാസ് ആ ചേർക്കുക. അപ്പോ ഹി ഹാസ് എ പെൻ എന്നാ പറയും. ഐ ഹാവ് എ പെൻ, ഹി ഹാസ് എ പെൻ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, അവൾക്ക് ഒരു പേന ഉണ്ടെന്ന് അങ്ങനെ പറയാ? ഷീ ആയിരിക്കും അല്ലെ? അതോ ഹാസ് ആയിരിക്കോ? ഹാസ്. ഷീ ഹാസ് എ പെൻ. അങ്ങനെ ഒരു കൺഫ്യൂഷനേ വരാൻ പാടില്ല കേട്ടോ. ഐ, വി, യു, ദേ, ഹാവ്, ഹി, ഷീ, ഇറ്റ്, നെയിം, ഹാസ്. ഹാവ്, ഹാസ്. ഹാവ്, ഹാസ്. ഇറ്റിനൊപ്പം ഹാസ്, യുവിനൊപ്പം ഹാവ്, ഹീക്കൊപ്പം ഹാസ്, ഐക്കൊപ്പം ഹാവ്, ഷീക്കൊപ്പം ഹാസ്, വിക്കൊപ്പം ഹാവ്. തെറ്റില്ലല്ലോ? പെട്ടെന്ന് പറയണേ. ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഹീക്കൊപ്പം, ഷീക്കൊപ്പം, ഇറ്റിനൊപ്പം, ഐക്കൊപ്പം, വി, യു, ഷീ, ഐ, ഹി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു. ഭയങ്കര സിമ്പിൾ ആണ്. ഇത്ര മതി. നിങ്ങൾ ഈ ഒരു പേജിലും കേട്ടിരുന്നാൽ മതി. ഇത്രയും പഠിച്ചാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഇല്ലാത്തത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് ഇത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ ഒരു കമന്റ് ഇടുക. തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ആരാണെന്നൊന്നും പറയാനും പോകുന്നില്ല, അറിയാനും പോകുന്നില്ല. നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടുക. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, നെയിം. 8 എണ്ണം. ഈ 8 വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓരോ എക്സാമ്പിള് ഈ വീഡിയോയുടെ ഇടയിൽ ഒന്ന് ഇടുക. കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. അതല്ല, കറക്റ്റായി വരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പഠിച്ചെന്ന് ഉറപ്പായല്ലോ. ഹാവും ഹാസും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഹാവിനൊപ്പം ഐ, വി, യു, ദേ. ഹാസ് ആണെന്നുണ്ടെങ്കിൽ ഹി, ഷീ, ഇറ്റ്, നെയിം. ഓക്കെ, താങ്ക് യു.